എംഎൽഎയോ മെമ്പറോ പോലും ആകാൻ കഴിയാതെ നിസ്വാർത്ഥമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന 10,000-കണക്കിന് ആളുകളുള്ള നാടാണ് കേരളം. ഈ രാഷ്ട്രീയ പ്രവർത്തകർ CPM-ലോ BJP-ലോ കോൺഗ്രസിലോ മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുമുണ്ട്. ഈ രാഷ്ട്രീയ പ്രവർത്തകർക്കായി ഞങ്ങൾ ഈ വീഡിയോ സമർപ്പിക്കുന്നു. പൊതുമണ്ഡലത്തിൽ പ്രവർത്തിക്കാതെ പാർട്ടിയുടെ സംഘടനാ പ്രവർത്തനം മാത്രം ചെയ്യാൻ പറഞ്ഞുവെന്നാണ് ഐഷ പൊറ്റിയുടെ പരാതി. BJP-യുമായി നടത്തിയ ചർച്ചയിൽ വേണ്ടത്ര പൊതുമണ്ഡലം സെറ്റാകാത്തത് കൊണ്ട് മാത്രം ത്രിവർണ്ണ ഷോൾ കഴുത്തിലണിഞ്ഞ് വെളുക്കിച്ചിരിക്കുന്ന ശ്രീമതി ഐഷ പൊറ്റിയുടെ വാദം ഒന്ന് പരിശോധിക്കാം. എന്നെ ഇങ്ങനെ അവഗണിച്ചു പോയി കഴിഞ്ഞാൽ എന്നെ പാർട്ടി കമ്മിറ്റി മാത്രമേ പ്രവർത്തിക്കാവൂ, പൊതുമണ്ഡലത്തിൽ ഒന്നും ഞാൻ വേണ്ട. ഒറ്റ നോട്ടത്തിൽ കേട്ടാൽ ആരും ഒന്ന് ചിന്തിച്ചു പോകും, ആത്മരോഷം കൊണ്ട് തിളച്ചു മറിയുകയാണ് ആ വനിത എന്ന് പലരും കരുതും. എന്താണ് പൊതുമണ്ഡലത്തിലെ പ്രവർത്തനവും പാർട്ടി സംഘടനാ പ്രവർത്തനവും തമ്മിലുള്ള വ്യത്യാസം? ഈ നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന എല്ലാ രാഷ്ട്രീയക്കാരും, അതിന് CPM-ഓ CPI-യോ ആകട്ടെ, BJP-യോ കോൺഗ്രസോ ആകട്ടെ, എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും പ്രവർത്തിക്കുന്ന പൊതുമണ്ഡലത്തിൽ തന്നെയാണ് മേഡം. അപ്പോൾ മേഡത്തിന്റെ പ്രശ്നം നാട്ടുകാരെല്ലാം പറയുന്നത് പോലെ ബോർഡ് വെച്ച കാറും ഡ്രൈവറും PA-യും ഒന്നുമില്ല എന്ന് തന്നെയാണ്. നീണ്ട 21 വർഷക്കാലം, അതെ 2 ദശാബ്ദത്തിലധികം ഒരു പ്രസ്ഥാനത്തിന്റെ സകല അധികാര സ്ഥാനങ്ങളും ജനപ്രതിനിധി എന്ന നിലയിൽ എല്ലാ ആനുകൂല്യങ്ങളും അനുഭവിച്ചു തീർത്ത വ്യക്തിയാണ് ഈ പറയുന്നതെന്ന് ഓർക്കണം. ശ്രീമതി ഐഷ പൊറ്റി, ഈ വാചകം അടിക്കുന്ന നിങ്ങൾക്ക് MLA പദവി എന്ന അധികാര കസേര നഷ്ടപ്പെട്ടപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? CPM എന്ന പ്രസ്ഥാനത്തോട് താങ്കൾ കുറച്ചെങ്കിലും കൂറു പുലർത്തിയിരുന്നുവെങ്കിൽ, MLA എന്ന അധികാര പദവി താങ്കളെ ഹരം പിടിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ, ജില്ലാ കമ്മിറ്റി അംഗം എന്ന നിലയിൽ കമ്മിറ്റികളിലും പരിപാടികളിലും നിങ്ങൾക്ക് തുടരാമായിരുന്നില്ലേ? എന്നാൽ എവിടെയായിരുന്നു നിങ്ങൾ? ഒരു ജില്ലാ കമ്മിറ്റി മീറ്റിംഗിൽ പോലും പങ്കെടുക്കാതെ, ഒരു പാർട്ടി പരിപാടി പോലും പോകാതെ, ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന സ്ഥിര ന്യായം പറഞ്ഞ് വീട്ടിൽ വിശ്രമിക്കുകയായിരുന്നു. എന്താണ് ആ ഇരിപ്പിനർത്ഥം? അധികാരമില്ലെങ്കിൽ പിന്നെ പാർട്ടി പ്രവർത്തനവുമില്ല എന്നതല്ലേ മേഡം? നിങ്ങൾ കൊട്ടാരക്കരയിലെ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ രാഷ്ട്രീയ പ്രവർത്തകരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കും. അവരും സംഘടനാ പ്രവർത്തനം തന്നെയല്ലേ നടത്തുന്നത്? കേരളത്തിൽ 140 MLA-മാരാണുള്ളത്. ഈ MLA-മാർക്കും അവർക്കെതിരെ മത്സരിക്കുന്നവർക്കും വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്നവർ ചെയ്യുന്ന പരിപാടിയും സംഘടനാ പ്രവർത്തനം തന്നെയാണ്. അതായത് ഇപ്പോൾ കൊട്ടാരക്കരയിൽ താങ്കൾക്കൊപ്പം കൊടി പിടിച്ച് നടക്കുന്ന കോൺഗ്രസ്സുകാരും സംഘടനാ പ്രവർത്തനം തന്നെയാണ് നടത്തുന്നത്. MLA സീറ്റ് കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ അധികാരമില്ലെങ്കിൽ സംഘടനാ പ്രവർത്തനത്തിനില്ല എന്ന് പറഞ്ഞാൽ ആ സാധാരണ പ്രവർത്തകർ നിങ്ങളെപ്പോലെ വീട്ടിൽ കയറിയിരുന്നാൽ നിങ്ങൾ ഈ പറയുന്ന വാചകങ്ങൾ കേൾക്കാൻ ആരും ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കുക. ഐഷ പൊറ്റിയുടെ ഈ നയം വിറകുവെട്ടികളും വെള്ളം കോരികളുമായി അവർക്കൊപ്പം നടക്കുന്ന കോൺഗ്രസ്സുകാരും ഇലക്ഷൻ തോറ്റു ചെല്ലുമ്പോൾ അവരെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്ന BJP-ക്കാരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും.